വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 1-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 9-ാമത്തെ പേജ് മുതൽ 14-ാമത്തെ പേജ് വരെയുള്ള പാഠങ്ങളാണ്. നമുക്ക് ഈ പേജുകളിലൂടെ ഒന്ന് വായിച്ചു പോകാം. ആദ്യത്തേത് 9-ാമത്തെ പേജാണ്. ലെറ്റ് us ഡു. നമുക്കതൊന്ന് ചെയ്യാം. വാഷിംഗ് ഹാൻഡ്സ്, കൈ കഴുകുക. നോക്കിയാൽ ആ പടം കണ്ടോ, ഒരു കുട്ടി കൈ കഴുകുന്നത് കണ്ടോ. ഓപ്പൺ ദ ടാപ്പ്, ആദ്യം ടാപ്പ് തുറക്കുക. ഓപ്പൺ ദ ടാപ്പ്, ടാപ്പ് തുറക്കുക. ഓർ പോർ വാട്ടർ ഓൺ യുവർ ഹാൻഡ്സ്, അല്ലെങ്കിൽ കൈകളിലേക്ക് വെള്ളം ഒഴിക്കുക. കണ്ടില്ലേ താഴെ കൈകളിലേക്ക് വെള്ളം ഒഴിക്കുന്നത് കണ്ടോ. ഓപ്പൺ ദ ടാപ്പ് ഓർ പോർ വാട്ടർ ഓൺ യുവർ ഹാൻഡ്സ്. ഓപ്പൺ ദി ടാപ്പ്, TAP, ടാപ്പ്. ഓർ pour water on your hands. പിന്നെ എന്ത് ചെയ്യണം? റബ് സോപ്പ് ഓൺ യുവർ ഹാൻഡ്സ്. സോപ്പ് കയ്യിൽ തേക്കണം. റബ്ബ് സോപ്പ് ഓൺ യുവർ ഹാൻഡ്സ്. കൈകളിൽ സോപ്പിട്ടെന്ന് ഉരയ്ക്കണം. അത് റബ്ബ് ചെയ്യണം. കൈകളിൽ സോപ്പിട്ടെന്ന് റബ്ബ് ചെയ്യണമെന്ന് ഉരയ്ക്കണം അല്ലേ. റബ് സോപ്പ് ഓൺ യുവർ ഹാൻഡ്സ്. വാഷ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. വിരലിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കഴുകണം, കൈ കഴുകണം അല്ലേ. വിരലിൻ്റെ ഇടകളൊക്കെ തേച്ച് കഴുകണം. കണ്ടില്ലേ. ആൻഡ് റിൻസ് യുവർ ഹാൻഡ്സ് അഗെയിൻ. വീണ്ടും സോപ്പ് വെള്ളമൊക്കെ കയ്യിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴുകിക്കളയാം. അതിനെ റിൻസ് ചെയ്യാന്ന് പറഞ്ഞു. റിൻസ് യുവർ ഹാൻഡ്സ് അഗെയിൻ. വീണ്ടും കൈ വെള്ളം കൊണ്ട് റിൻസ് ചെയ്യണം, വൃത്തിയായി കഴുകണമെന്ന് കേട്ടോ. നമുക്ക് അടുത്ത പേജിലേക്കൊന്ന് പോകാം. 10-ാമത്തെ പേജാണേ. കണ്ടോ. ലെറ്റ് us sing. നമുക്കൊന്ന് പാടാം. ആൽഫബറ്റ് സോങ് ആണ് കേട്ടോ, അക്ഷരങ്ങളുടെ പാട്ട്. നമുക്കൊന്ന് പാടാവേ. എൻ്റെ കൂടെ പാടണം കേട്ടോ, എന്നാലേ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. ABCDEFG HIJK LMNOP LMNOPQ RST UVWXYZ. ഒന്നുകൂടെ പാടാം. ABCDEFG HIJK LMNOP LMNOPQ RST UVWXYZ. XYZ sugar on bread, next day morning come to me. XYZ sugar on bread, next day morning come to me. We will learn the ABC, happy happy we shall be. We will learn the ABC, happy happy we shall be. When we know the ABC, happy happy we shall be. When we know the ABC. ആ പാട്ട് നല്ല പാട്ടല്ലേ. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കണേ, പാടി പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് അക്ഷരങ്ങളൊക്കെ എന്ത് എഴുതാം. ലെറ്റ് us റൈറ്റ്. A വലിയ അക്ഷരം കിടപ്പുണ്ട്, എയുടെ ചെറിയ അക്ഷരം കിടപ്പുണ്ട്. A വലിയ അക്ഷരം എന്ന് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടോ. A ക്യാപിറ്റൽ ലെറ്ററും ഉണ്ട്, സ്മോൾ ലെറ്ററും ഉണ്ട്. വലിയ അക്ഷരമുണ്ട്, ചെറിയ അക്ഷരമുണ്ട്. ബിക്കും ക്യാപിറ്റൽ ലെറ്ററും ഉണ്ട്, സ്മോൾ ലെറ്ററും ഉണ്ട്. CDEF അവിടെയെല്ലാം ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളത് എഴുതി പഠിക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം കേട്ടോ. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. സിങ് ദി ആൽഫബറ്റ് സോങ് ഫോർ ദീസ് ലെറ്റേഴ്സ്. ഈ ഇംഗ്ലീഷിലെ 26 ലെറ്റേഴ്സ് ഇല്ലേ, അതിൻ്റെ ആൽഫബറ്റ് സോങ് നമ്മൾക്കൊന്ന് പാടാം. ബിഫോർ യു സ്റ്റാർട്ട് റീഡിങ് ദ വേർഡ്സ്. വാക്കുകൾ വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് അതിൻ്റെ A എങ്കിൽ A എന്ന് പറയണം, B എങ്കിൽ B എന്നൊന്ന് പറയണം. നമുക്ക് ഉദാഹരണത്തിന് അതേ കണ്ടില്ലേ കിടക്കുന്ന, ഞാൻ തന്നെ വായിച്ച് കേൾപ്പിക്കാം. യു മേ സിങ് ഇൻ ദിസ് വേ. നിങ്ങൾ ഇതുപോലെ കൂട്ടത്തിൽ ചൊല്ലണേ. A is for and, A and. A is for and, A and. B is for bag, B bag. C is for cat, C cat. D is for dog, D dog. E is for egg, E egg. F is for fish, F fish.
G is for goat. G goat. H is for hut. H hut. I is for ice. I is for ice cube. I ice cube. J is for jug. J jug. K is for kite. K kite. I is for lion. I lion. M is for mango. M mango. മനസ്സിലായോ? നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. നമുക്കിവിടെ ഒന്നുകൂടെ ചൊല്ലാം. A is for ant. A ant. B is for bag. B bag. C is for cat. C cat. D is for dog. D dog. E is for egg. E egg. F is for fish. F fish. G is for goat. G goat. H is for hut. H hut. I is for ice cube. I ice cube. J is for jug. J jug. K is for kite. K kite. L is for lion. L lion. M is for mango. M mango. ഈ വീട്ടിൽ അർത്ഥം കുറേ അല്ലാതെ അറിയാൻ പാടില്ലാത്തൊരു കാണുമല്ലോ. അപ്പോൾ അന്ന് മക്കളെ അതൊന്ന് പറഞ്ഞു കേൾപ്പിക്കാവേ. ആൻഡ് ANT ആൻഡ് മീൻസ് ഉറുമ്പ്. കണ്ടോ, അതിന് പടം കൊടുത്തിട്ടുണ്ട്. ബാഗിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഡോഗ് കണ്ടോ. C ക്യാറ്റിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവുമല്ലോ. D ഫോർ ഡോഗ്. ഡോഗ് നായയാണ്. E എഗ്ഗാണ്, മുട്ട. F എന്ന് പറയുന്ന ഫിഷാണ്, മീന്. G ഗോട്ടാണ്, ആട്. H ഈസ് ഫോർ ഹട്ട്, ചെറിയ വീടാണ്. ഹട്ട് കുടിൽ. ഐസ് ക്യൂബാണ് കേട്ടോ, ഐസിൻ്റെ കട്ട. J എന്ന് പറയുന്ന ജഗ്ഗാണ്, ഒരു പാത്രമാണ്, ജഗ്ഗ്. K എന്ന് പറയുന്ന കൈറ്റാണ്, പട്ടം. L ലയണാണ്, അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന. M ഈസ് ഫോർ മാംഗോ. മാംഗോയുടെ മാങ്ങയാണ്, മാങ്ങ കേട്ടോ. ഇതാ നമ്മൾ അടുത്ത പേജിലേക്ക് വന്നേ. 12ാമത്തെ പേജാണ്, നോക്കിക്കേ. N ഈസ് ഫോർ നോസ്. N നോസ്. O ഈസ് ഫോർ ഓറഞ്ച്. O orange. P is for parrot. P parrot. Q is for quilt. Q quilt. R is for rat. R rat. S is for sun. S sun. T is for table. T table. U is for umbrella. U umbrella. P is for van. V van. W is for well. W well. X is for X-ray. X-ray. Y is for yarn. Y yarn. Z is for zebra. Z zebra. ഒരിക്കൽ കൂടി വായിക്കാവേ. N is for nose. N nose. O is for orange. O orange. P is for parrot. P parrot. Q is for quilt. Q quilt. R is for rat. R rat. S is for sun. S sun. T is for table. T table. V is for van. V van. W is for well. W well. X is for X-ray. X-ray. Y is for yarn. Y yarn. Z is for zebra. Z zebra. അപ്പോഴേ 1-2 വാക്കുകളുടെ അർത്ഥം ഒന്ന് പറയാമേ. ക്വിൽറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കിടക്കയാണ്. ക്വിൽറ്റ് ചെറിയ കിടക്ക, കോസടി എന്നൊക്കെ പറയുന്നതാണ് ക്വിൽറ്റ്. പിന്നെയുള്ളത് യാൺ. യാണെന്ന് പറഞ്ഞാൽ തുണി നെയ്യാനുള്ള നൂലാണ്, തുണി ഉണ്ടാക്കാനുള്ള നൂലിനാണ് യാൺ എന്ന് പറയുന്നത്. നോസ് എന്ന് പറഞ്ഞാൽ മൂക്ക്. ഓറഞ്ച് നിങ്ങൾക്കറിയാമല്ലോ, ഓറഞ്ച് പഴം. പാരറ്റ് എന്ന് പറഞ്ഞാൽ തത്തമ്മേ. റാറ്റ് എന്ന് പറഞ്ഞാൽ എലി. സൺ എന്ന് പറഞ്ഞാൽ സൂര്യൻ. ടേബിൾ എന്ന് പറഞ്ഞാൽ മേശ. അംബ്രല്ല എന്ന് പറഞ്ഞാൽ കുട. വാൻ നിങ്ങൾക്കറിയാമല്ലോ, വാൻ വണ്ടി. വെല്ലെന്ന് പറഞ്ഞാൽ കിണർ. എക്സ്റേ നിങ്ങൾക്കറിയാമല്ലോ, എക്സ്റേ എടുക്കാനൊക്കെ ആശുപത്രിയിൽ പോവില്ല. എക്സ്റേ ഒരു പ്രകാശമാണ്. യാൺ പറഞ്ഞായിരുന്നല്ലോ, യാണെന്ന് പറഞ്ഞാൽ തുണി നെയ്യാനുള്ള നൂലിനാണ് യാണെന്ന് പറയുന്നത്. സീബ്ര എന്ന് പറഞ്ഞാൽ വരയൻ കുതിരയാണ്. സീബ്ര വരയൻ കുതിരയാണ്.
നമുക്കേ 13ാമത്തെ പേജിലിട്ടൊന്ന് പോയാലോ. കണ്ടില്ലേ 13ാമത്തെ പേജിൽ എ വെച്ച് തുടങ്ങിയിരിക്കുന്ന വാക്കുകൾ താഴേക്ക് ചെയ്തിട്ടുണ്ട്. എ ആക്സ് ആൻഡ് ആം, ആക്സ് ആൻഡ് ആം. ബി വെച്ച് തുടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ്? ബാഗ്, ബി എ ബോയ്. ആ 3 ബി കൊണ്ട് തുടങ്ങി. സി കൊണ്ടോ കാർട്ട്, ക്യാപ്പ്, ക്യാറ്റ്. ഡി കൊണ്ടോ ഡെൻ, ഗുഹേ, ഡെൻ. ഡോർ, ഡോഗ്. ഇ എഗ്, ഇയർ, എലിഫൻ്റ്. അപ്പോൾ കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. നമുക്ക് അർത്ഥം അറിയാവുന്നൊക്കെയാണല്ലോ കിടക്കുന്നത്. എല്ലാത്തിൻ്റെ പടമുണ്ട്. ഡെന്നാണ് പിന്നെ സംശയിക്കുന്നത്. ഡന്ന് ഗുഹയെന്നർത്ഥം. ഡോറ് കഥക്. കേട്ടോ. ബാക്കി എല്ലാത്തിൻ്റെയും പടം എല്ലാം അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതെല്ലാം കൃത്യമായിട്ട് അറിയാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. 14ലേക്ക് പോകാം. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. നോക്കിയേ 14ാമത്തെ പേജ് കണ്ടോ. അതിൽ ബാഗുണ്ട്, ക്യാപ്പുണ്ട്, ബലൂണുണ്ട്, ആപ്പിളുണ്ട്, ആൻഡുണ്ട്, ക്ലോക്കുണ്ട്, എഗ്ഗുണ്ട്, ഡോഗുണ്ട്, ഡ്രമ്മുണ്ട്. അതെന്തിനാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. നോട്ടീസ് ദ ഇനിഷ്യൽ സൗണ്ട്സ് ഓഫ് ദ വേർഡ്സ്. വാക്കുകളുടെ ആദ്യത്തെ സൗണ്ട് നോക്കുക. ഇനീച്ചോ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ഔട്ട് ആക്കുക. വ്യത്യാസമുള്ളവയെ മാറ്റി നിർത്തണമാണ് പറയുന്നത്. കേട്ടോ. ആദ്യത്തെ നോക്കിയ ബാഗ്, ക്യാപ്പ്, ബലൂണ്. ബാഗ്, ക്യാപ്പ്, ബലൂണ്. ഒന്ന് പറയാം. ബാഗ്, ബലൂണ്, ക്യാപ്പ്. അപ്പം ബാഗും ബലൂണും ഒരുപോലെ വരുന്നത്. ക്യാപ്പ് വരെ. എന്തുകൊണ്ടാണ്? അതിൻ്റെ സൗണ്ട് വരെ. തുടക്കത്തിലുള്ള സൗണ്ട് വരെയല്ലേ. ബാഗും ബീന്നാണ് തുടങ്ങുന്നത്, ബലൂണും ബീന്നാണ് തുടങ്ങുന്നത്. പക്ഷേ ക്യാപ്പ് അങ്ങനെയല്ലല്ലോ. അത് അവനെ മാറ്റി നിർത്താം. ബാഗ്, ബലൂണ്, ക്യാപ്പ് ഓഡ് വണ്ണാണ്. വ്യത്യാസമുള്ള. അതിന് നമുക്ക് പെൻസിൽ കൊണ്ട് ചെറിയ വട്ടം വരച്ച് മാറ്റി നിർത്താം. പോട്ടെ. ബി ബലൂൺ, ബാഗ്, ബലൂൺ ഒരുപോലുള്ളവയാണ്. ഓഡ് വൺ ആരാ? ക്യാപ്പ്. അവനെ നമുക്ക് മാറ്റി നിർത്താം. അവനെ വേണം നമുക്ക് പെൻസിൽ കൊണ്ട് ചെറിയ വട്ടം വരച്ചോട്ട് നിർത്താം അല്ലേ. ആപ്പിൾ ആൻഡ് ക്ലോക്ക്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആപ്പിളും ആൻഡും ഒരുപോലെയാണെന്ന്. ഏഴല്ല തുടങ്ങുന്നല്ലേ. പക്ഷെ ബലൂൺ അല്ല, ക്ലോക്ക് അങ്ങനെയല്ല. അപ്പം നമുക്ക് ക്ലോക്കിന് ഒരു ചെറിയ വട്ടം വരച്ചോട്ട് മാറ്റി നിർത്താം അല്ലേ. അവനെ അങ്ങോട്ട് ഒഴിവാക്കാം. പിന്നെയോ എഗ്ഗുണ്ട്, ഡോഗുണ്ട്, ഡ്രമ്മുണ്ട്. പക്ഷെ എഗ്ഗിനും ഡോഗിനും ഡ്രമ്മിനും തുടക്കത്തിലെല്ലാം വ്യത്യാസമാണ്. പക്ഷേ എഗ്ഗിന് ഡോഗിനും ജി കൊണ്ട് അവസാനിക്കുന്നല്ലേ. എഗ്ഗ് അവസാനിക്കുന്നത് ജി കൊണ്ടാണ്, ഡോഗിൻ്റെ പേര് അവസാനിക്കുന്നത് ജി കൊണ്ടാണ്. അത് കാരണം അവരെ നമുക്ക് അടുപ്പിച്ച് വെക്കാം. സോ ഡ്രമ്മ് അങ്ങനെയൊന്നും ഉള്ളതല്ല. അതിന് ഡ്രമ്മിനെ നമുക്കൊരു വട്ടം വരച്ച് അവനെ മാറ്റി വെക്കാം. അതാ ഓഡ് വൺ അല്ലേ. അവനെ ഓഡ് വണ്ണാണ്. അവനെ നമുക്ക് ഔട്ടാക്കാം. കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. 14ാമത്തെ പേജായി നമുക്കിത് നിർത്താം. കേട്ടോ. ഇനി നമുക്ക് അടുത്ത പേജ് എക്സസൈസിലേക്ക് പോകാം. അന്നേരം വീണ്ടും കാണാം നമുക്ക്. കേട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.